കഴിഞ്ഞ എൻ്റെ വീഡിയോ പറയുന്നത് എന്തായിരുന്നു, ചപ്പാത്തിക്കൊരു ഡിഷായിരുന്നു, ഒരു സൈഡ് ഡിഷായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു, അപ്പത്തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. പക്ഷേ ഇതൊരു വ്യത്യസ്ത ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയും ഒരു ചട്നി ഉണ്ട്. പക്ഷെ ഈ ചപ്പാത്തിക്ക് നിങ്ങൾക്ക് ഈ ചട്നി നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഇല്ലേലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് തൈരില്ല, കട്ട തൈരുണ്ടെങ്കിൽ അത് വരെ സൂപ്പർ സാധനമാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. നമുക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. നല്ല അടിപൊളി സാധനം. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടാലേ നമുക്കിത് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകാം, അടുക്കളയ്ക്ക് പോകാം, ബാക്കി കാര്യം തുടങ്ങാം. ചടപടേന്ന് പെട്ടെന്നൊരു ഡിന്നറാട്ടോ. അപ്പം നമ്മൾ അതിൽ എല്ലാവരും ഒരുമിച്ച് ജോയിൻ ചെയ്തായിരിക്കും. കമ്പോന്ന് പറഞ്ഞ ഇതുപോലെ ഓക്കെ. നമുക്ക് ഉരുളക്കിഴങ്ങ് വേഗം വെക്കാം കേട്ടോ. ദേ 2 ഞാൻ ഇടുന്നുണ്ട്, ചിലപ്പോൾ 2 വേണ്ടി വരില്ല. അതവിടെ നല്ലപോലെ വേകട്ടെ. ആദ്യം നമുക്ക് ചപ്പാത്തിക്ക് ചട്നി ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ പിന്നെ ചപ്പാത്തി എന്താ പറയുക ചൂടാറിപ്പോകില്ലേ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ. അപ്പം ചട്നിക്കുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നമ്മുടെ അടുപ്പത്ത് കയറി കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇതിൻ്റെ പേരെന്താ, ബ്രിഞ്ചാൾ അല്ലെങ്കിൽ വഴുതനങ്ങ, അത് 2 എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയുണ്ട്, മുളക് ഉണ്ട്, പച്ചമുളക് ഉണ്ട്, മുളകൊക്കെ നിങ്ങളുടെ എരിക്കനുസരിച്ച്, പിന്നെ കപ്പലണ്ടി ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. ഉപ്പ് ഇത്രയും മതി. പിന്നെ എണ്ണ ഇത് മതി. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ചട്നിക്ക് വേണ്ടത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. മറ്റേ ബർണറാണ് എനിക്ക് നല്ലത്, അല്ല സോറി, ഈ ബർണറാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ എന്താ പറ്റുന്നത്, ഇത് നമ്മുടെ വഴുതനങ്ങ ഇങ്ങോട്ടാക്കിയിട്ട് മറ്റേത് ഉരുളക്കിഴങ്ങ് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള, ഞാൻ എൻ്റെ ദോശക്കല്ലാണ് എടുത്തേക്കുന്നത്. ദോശക്കല്ല് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് വഴുതനങ്ങ ഇങ്ങനെ വെച്ചു കൊടുക്കാം. തീയിൽ ഡയറക്റ്റായിട്ട് വെച്ചാലും കുഴപ്പമില്ല. എൻ്റെ വഴുതനങ്ങയുടെ ഇത്രയും ഭാഗം കേടുണ്ടായിരുന്നു. എന്തായാലും അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് എന്താ പറയുക, നമ്മളെന്താ ചുട്ടെടുക്കില്ലേ, അതുപോലെ ചെറിയ തീയിലിരുന്ന് ഇതാവട്ടെ കേട്ടോ. നമുക്ക് ഒട്ടും സമയം കളയേണ്ട. മുളകും നമ്മുടെ കൊറിയാൻഡർ ലീവ്സും, മല്ലിയില, മുളക്, കപ്പലണ്ടി, ഇത്രയും കൂടെ, ഇത്രയും ഉപ്പും കേട്ടോ. കുറച്ചധികം ഉപ്പിട്ടാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് എന്താ പറയുക ബ്രിഞ്ചാളും കൂടെ പിന്നെ ചേർക്കുന്നുണ്ടല്ലോ. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇനി നല്ലപോലെ അരയണേ അങ്ങനെ ചെയ്യാം, ഒന്ന് ചതച്ചാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. നമ്മുടെ ബ്രിഞ്ചാൾ അങ്ങനെ ഓരോ വശത്തും അങ്ങനെ ഫ്രൈ. ഇത് വേണേൽ മുറിച്ചും ഇടാം കേട്ടോ. ഉരുളക്കിഴങ്ങ് 2-3 വിസിൽ വരട്ടെ. ഞാൻ കുറച്ചു നേരം അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കപ്പയൊക്കെ ചുട്ടെടുക്കില്ലേ, അതിൻ്റെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. ബ്രിഞ്ചാൾ അവിടെ ഇരുന്ന് വേകുമ്പോഴത്തെ നമുക്ക് ഉരുളക്കിഴങ്ങ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ എൻ്റെ പ്രഷർ കളഞ്ഞതാണ്, എന്നിട്ടാണ് ഞാൻ തുറക്കുന്നത്. ഇതിട്ടൊന്ന് കുത്തി നോക്കട്ടെ. വെന്തിട്ടില്ല കേട്ടോ. ഞാൻ 3-4 വിസിൽ അടുപ്പിച്ചാണ് ഈ ഉരുളക്കിഴങ്ങ് വെന്തത്. പക്ഷെ മറ്റേത് അധികം പരുവായിട്ടില്ല. ഒന്നുകൂടെ വെക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ സ്കിൻ ഫുള്ള് പീലായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഒന്ന് ബേസിക്കലി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം അതിൻ്റെ ആവി ഒന്ന് പോട്ടെ. ഈ ബേസിക്കലി ഒന്ന് കുഴച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താ നമ്മുടെ ബ്രിഞ്ചാൾ. അപ്പം നിധിക്കുട്ടൻ പറയാം ചപ്പാത്തി മാവിൻ്റെ കൂടെ
കുഴയ്ക്കാനാണോന്ന്. അമ്മയാണ്ട് അതും ചെയ്യുമെന്ന് അവള് എന്നെ അങ്ങനെ പറഞ്ഞു ഗൈസ്. അപ്പൊ നമുക്കിതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല പോലെ ഒന്ന്. ഇങ്ങനെ ആക്കുമ്പം തന്നെ ഇതില്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ആക്കിയാലും മതി കേട്ടോ. ചൂട് അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പൂണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ തോലിങ്ങനെ ഇളക്കി കളഞ്ഞാൽ കൊള്ളാം. തോല് കിടക്കുന്നത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ. വെന്തിട്ടുണ്ട്. തോലൊക്കെ മാറ്റി നമ്മൾ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച് വെച്ചില്ലേ എന്താ പറയുക കടല കപ്പലണ്ടി, അതും മുളകും കൂടെ അത് മല്ലിയെല്ലാം കൂടെ അരച്ചില്ലേ അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതാ ശക്തി. അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പച്ചമണം ഒന്ന് മാറണം. എന്നാൽ നമ്മൾ കപ്പലണ്ടി ഒന്നും വറക്കാത്ത കപ്പലണ്ടിയാണ്, റോസ്റ്റഡ് അല്ല. പിന്നെ പച്ചമുളക് അതിൻ്റെ എരി കുറച്ച് മാറി നിൽക്കണമെങ്കിൽ അത്. അപ്പം ബേസിക്കലി ഒന്ന് കപ്പലണ്ടി ഒന്ന് വറുത്ത് കിട്ടുന്ന പോലെ എടുക്കണം. കുറച്ച് കളർ വ്യത്യാസമൊക്കെ ആയിട്ടുണ്ട്. എന്തേ എന്താണാവോ? ബ്രിഞ്ചാ ഇടും. അത് തന്നെയാണ് എൻ്റെ റെസിപ്പി. നീ കുറച്ചിച്ചിരി മാറ്റി വെക്കെങ്കിൽ. ഇത് കുറച്ച് മാറ്റി വെക്കാം. ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. വിറട്ടായിരിക്കില്ല പോ. നമുക്ക് ഇനി ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിലേക്ക്, അതായത് നമ്മളിപ്പം കപ്പലണ്ടി ഇത് ചെയ്ത് വെച്ചില്ലേ, അത് തിരിച്ച് ഇങ്ങോട്ടാണ് ഇടേണ്ടത്. ഇത് തീയിലേക്ക് ഇടേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് എന്താ പറയാ ആ വഴുതനങ്ങയുടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉൾട്ട ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറുമല്ലോ തീയിലേക്ക് വീണ്ടും വഴുതനങ്ങ ചെല്ലുമ്പോഴത്തേന്. മറ്റേത് വഴുതനങ്ങ നമ്മൾ ഇത് എന്താ പറയാ ചുട്ടെടുത്തതിന്റെ ടേസ്റ്റ് അല്ലേ വരുന്നത്. ശരിക്കും അങ്ങനെ കേട്ടോ. അങ്ങോട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, പക്ഷെ തിരിച്ചാണ് ശരിക്കും അതിന്റെ സംഭവം എന്ന് പറയാം. ചുട്ടതിന്റെ ടേസ്റ്റ് മാറരുത്. ആരുടെ റെസിപ്പി അല്ലേ നിങ്ങൾക്ക് തിന്നാ പോരെ. എന്റെ റെസിപ്പിയാണ്, മറ്റേ ഓത്തന്റിക് എന്റെ റെസിപ്പി. അപ്പം തിന്നാ മതി, കുഴി എണ്ണയുടെ ആവശ്യമില്ല കുട്ടി. ഓണസ്റ്റ് ആയിട്ട് റിവ്യൂ പറഞ്ഞു. അപ്പൊ ഇത്ര ഡിസോണസ്റ്റ് ആയിട്ടാണോ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്? പറ. എടി എല്ലാം വെട്ടി വിഴുങ്ങിയിട്ട്. അപ്പൊ ആദ്യം നമ്മുടെ ചട്നിയാണ് റെഡി ആയേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. 2 ദിവസമായിട്ടുള്ള ഈ ബോൾ വാങ്ങിച്ചിട്ട്, അപ്പം അത് പ്രയോജനപ്പെടുത്തണമല്ലോ. നമ്മുടെ ഈ മേലെ പട്ടാമ്പിയും കഴിഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, നമ്മൾ അതിന്റെ പേരെന്തേടി? Y5 അല്ല V5. അവിടെ അത്യാവശ്യം പാത്രങ്ങളുണ്ട്, എനിക്കത് ഇഷ്ടം. ഇവിടെ ചട്നി റെഡി ആയിട്ടുണ്ട്. പിന്നെ മല്ലിയില വിട്ടൊരു കളിയില്ലല്ലോ, അതുകൊണ്ട് അതിവിടെ ഇങ്ങനെ സൈഡിലിരുന്നോട്ടെ. പാത്രം വലുതായി പോയോ? കുഴപ്പമില്ലല്ലേ. ഏകദേശം 2 കപ്പോളം മാവാണ് ഞാൻ എടുക്കുന്നത്. ആട്ട തന്നെയാണല്ലോ അല്ലേ.
എടുക്കുന്നത്. 2 കപ്പിൽ കുറച്ചുകൂടെ ഉണ്ടാവും അല്ലേ? ഓ എൻ്റെ അമ്മേ, ഒത്തിരി ആയിപ്പോയി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് വരവ് വെക്കും. നമുക്ക് വേണ്ട കുറച്ച് മൈസൂർ ദാലാണ് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് നമുക്ക് കുക്കറിലിടാം. മറ്റൊരു പഴഞ്ചൊല്ലല്ലോ, ഒന്നീ ആശാന്റെ നെഞ്ചത്ത് തന്നെ കളരിക്ക് പുറത്തെന്ന് പറഞ്ഞാലാണ് എൻ്റെ ഉരുളക്കിഴങ്ങ്. ആദ്യം ഞാൻ നോക്കിയപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പം വെന്ത് കലങ്ങി ഇങ്ങനെ ഒരു പരുവ. അത് നല്ലത്, നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമാണ്. പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഞാൻ വെള്ളത്തോട് ഒഴിക്കേണ്ട കേട്ടോ, കാരണം വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമാണ്. നമുക്കൊരു ഇതിലെടുത്ത് തന്നെ ഒഴിക്കാം. തൽക്കാലം ഇത്ര മതി. ഇനി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിൽ ഞാൻ മറ്റേത് ഒരു കുറച്ച് ഉപ്പ് ഇട്ടേക്കണം. ഇതിൽ ഞാനൊരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പോലെ മതി, കാരണം നമുക്ക് ചട്നിക്ക് ഉപ്പുണ്ടല്ലോ. ആണോ? അവിടെ നിന്നുണ്ട്. അപ്പ തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പം വന്നതേ ഉള്ളൂ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട്. അപ്പം ഇത് നമുക്ക് എന്താ, ഞങ്ങൾ തൃശ്ശൂർ പോയിട്ടല്ല കേട്ടോ സാധനം എടുക്കുന്നത്, വേറെ ആവശ്യത്തിന് വേണ്ടി പോയത്. ഇത് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. എന്താ പറയുക, പരിപ്പും നമ്മുടെ ഉരുളക്കിഴങ്ങും. ആദ്യം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചിട്ട് പിന്നെ പരിപ്പ് ഒഴിച്ചാലും മതി. അങ്ങനെ ചെയ്താൽ മതിയായിരുന്നില്ലേ? അതായത് ഉടഞ്ഞു വരുന്നുണ്ട്. തരി ഇല്ലാതെ ഉടഞ്ഞു കിട്ടും, എന്നാൽ നമ്മൾ പരത്തുമ്പം ഇതായിട്ട് വരുള്ളൂ. ഇനി മിക്സിയിൽ അടിക്കണം എന്നുള്ളത് അങ്ങനെ അടിക്കും, പക്ഷെ ചൂട് ആറിയതിന് ശേഷം മാത്രമേ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിക്കാവുള്ളൂ. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് കുഴയ്ക്കാം. നമ്മുടെ എന്താ പറയുക, ആ 2 ഉരുളക്കിഴങ്ങിൻ്റെ ഇതും ആ വെള്ളവും പിന്നെ എന്താ പരിപ്പ്, ഞാൻ പരിപ്പ് കുറച്ച് മാറ്റി വെച്ചു, അതും കറക്റ്റായിരുന്നു. അപ്പം അങ്ങനെ നോക്കി വേണം എടുക്കാൻ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. എനിക്കിപ്പോൾ ഒരു ചപ്പാത്തി പലക ഇല്ല കേട്ടോ. അപ്പം ചപ്പാത്തി പലക മറ്റേത് പണ്ട് ചപ്പാത്തി പലകയല്ല, ഒരു കല്ല്, അത് അവിടെ ഇരിക്കുന്നത്. അത് എടുക്കാൻ വേണമെങ്കിൽ ബീച്ച കൊണ്ടുവന്ന കല്ല. കഴുകി തേച്ചെടുക്കണം. ഇത് ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ എടുത്തിട്ട് ഞാൻ മാവിൽ മുക്കുന്നുണ്ട്. മാവിൽ മുക്കി ഇതിപ്പോൾ നമ്മൾ ഒന്ന് ശക്തി അധികം കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മളിനി ഒന്നുകൂടെ മടക്കുന്നുണ്ട്. ഇത്രയൊന്ന് ആക്കിയിട്ട് ഏത് ആകൃതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ ഇടയ്ക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ വേണ്ടെന്നുള്ളൊരു സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിൽ മടക്കിയിട്ടുണ്ട്. കുറച്ച് മാവിലേക്ക് മുക്കിയെടുക്കാം. ഞാൻ പറഞ്ഞാലും അധികം ശക്തി ഇങ്ങനെ വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി, പരത്തിയാൽ മതി. ഇത് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ മക്കൾ ചിരിക്കും. അമ്മയുടെ എല്ലാം അങ്ങനെ, ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, മതിയാവും. ഇനി ഇവിടെ കട്ടയായിട്ട് തോന്നുവാണെങ്കിലേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ പരത്തി ഇതാക്കാൻ ഇതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ ആയിട്ടുണ്ട്. നമുക്ക് ചട്ടിലിട്ട് കൊടുക്കാം. പോലെ പൊങ്ങി വരുന്നുണ്ട്, കണ്ട, തിരിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ഒത്തിരി അങ്ങ് കരി വേണ്ട കേട്ടോ, കുറച്ചൊന്നും ആകുമ്പോഴത്തേനും നമുക്ക് എടുക്കാം. നാൻ പോലൊക്കെ ഇരിക്കുന്നല്ലേ, നല്ലപോലെ വേകട്ടെ. പിന്നെ പരിപ്പും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്തതായതുകൊണ്ട് പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് വെള്ളം ചൂടാക്കുന്നത് കേട്ടോ. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്തേക്കുന്നതിൻ്റെ സൗണ്ടാണ്.
മതി. നെയ്യ് തടവി കൊടുക്കാവേ. ഫ്രിഡ്ജിലിരുന്ന നെയ്യായോണ്ട് ഇങ്ങനെ വിട്ടു പോരാനൊരു മടി. നമ്മുടെ അടിപൊളി ചപ്പാത്തി. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആയിട്ടുണ്ട്, നമുക്കിനി മാറ്റാം. ഇതിന്റെ മുമ്പ് തന്നെ ഇത് ടേസ്റ്റിംഗ് സെറമണി ഓൾറെഡി കഴിഞ്ഞാണ് ചപ്പാത്തിക്ക്. കാരണം ഡാനപ്പൻ ഇതിനിടയ്ക്ക് തന്നെ എന്താ ചപ്പാത്തിയും ചട്നിയും ടേസ്റ്റ് ചെയ്തു, സൂപ്പറാണെന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ ഒന്നെടുത്തെടുത്ത് ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ട് എൻ്റെ വിശന്നപ്പോൾ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, എനിക്ക് ഈ ചമ്മന്തിയേക്കാളും, ഈ ചമ്മന്തി നല്ലതാണ്, പക്ഷെ ചമ്മന്തിയേക്കാളും എനിക്ക് ഇഷ്ടം തൈരില്ല, കട്ടത്തൈര് കേട്ടോ. നിങ്ങൾ കട്ടത്തൈരാണ്. ഇത് നമ്മൾ ഓൾറെഡി ഹെവി അല്ലേ, അപ്പൊ വാ, അല്ലെ റൈത്ത പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതാണെങ്കിലും നല്ല. പക്ഷെ വെറും തൈര് മതി. ഇത് ഓൾറെഡി നമ്മൾ എന്താ ഇതും പരിപ്പും പിന്നെന്താ ഉരുളക്കിഴങ്ങും ഒക്കെ ഉള്ള സാധനം. അപ്പൊ അതിലൊരു തൈര്, അപ്പൊ അത് നമ്മൾ ഈസി ഒരു ഡിന്നർ ആക്കാൻ പറ്റും. ഒരു തൈരും ഇതും ഉണ്ടെങ്കിൽ കുശാൽ, ഈസി ടേസ്റ്റി ക്യൂസിൻ്റെ ഈസി ഡിന്നർ. ഓക്കെ, അപ്പം എല്ലാവരും അടിപൊളിയാണെന്ന് പറയും. കഴിച്ചില്ല, നമുക്ക് ബ്രിഞ്ചാൾ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ നല്ല കേട്ടോ, അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും ഇതെല്ലാം ക്രഷ് ചെയ്ത് എടുക്കുന്നത്. ശരിക്കും തന്നെ ഇതിന്റെ ഇത് മോളെ, ഇതിന്റെ ഇതില്ലേ നമ്മ എനിക്കാ, പക്ഷെ മറ്റില്ല. അതിനെന്താ വെച്ചാ പറയണേ, നമ്മള് ഗ്രില്ല് ചെയ്യത്തില്ലേ, നമ്മൾ അവിടെ ആ കടയിൽ നോക്കില്ലായിരുന്നോ, ഗ്രില്ലിന് ആ കമ്പി പോലത്തെ സാധനം എന്താ പറയണേ, അത് തന്നെ ഗ്രില്ല് ചെയ്യുന്ന സാധനം, അതെനിക്കില്ല. അതിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ബ്രിഞ്ചാൾ നല്ല പോലെ എന്താ പറയാ ഇതായിട്ട് കിട്ടും. അത് എന്താ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ഗ്രിൽഡ് ആയിട്ട് കിട്ടും. എന്നിട്ട് അതിലേക്ക് ശരിക്കും അത് അത് പിന്നെ നമ്മൾ എണ്ണയിൽ ഇല്ല, അതിലേക്ക് നമ്മൾ കപ്പലണ്ടിയും ഇതും ചേർക്കുക ചെയ്യണം. പക്ഷെ ഇവിടെ അത്രയും ഇതില്ലാത്തതുകൊണ്ട് പച്ചച്ചവ ഇഷ്ടമല്ല. പിന്നെ ആ ഒരു നമ്മൾ കപ്പയൊക്കെ എന്ത് ചെയ്യില്ലേ, കപ്പയൊക്കെ എന്താ പറയുക അതിന് ചുട്ടെടുക്കത്തില്ലേ, അതുപോലെ അതിന്റെ ടേസ്റ്റ് വേണം, ചുട്ടെടുക്കുന്നതിന്റെ ടേസ്റ്റ് വേണം. പക്ഷെ അത്രത്തോളം ആയില്ല. അപ്പം കപ്പലണ്ടിയും എന്റെ ചപ്പാത്തിയോ, ചപ്പാത്തിക്കകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് പറയാമോ ആർക്കെങ്കിലും? മൈസൂർ ദാലുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ എന്താ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കാമെങ്കിൽ ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ. അപ്പം നല്ല ടേസ്റ്റി ആൻഡ് ഈസി ഒരു ഡിന്നറാണ്. ഞങ്ങളുടെ ഡിന്നറിന് ഇതാണ് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഇതുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇങ്ങനെ ചെയ്യാനൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, ബെല്ലൈക്കൺ മസ്റ്റ് ഞെക്കി പൊട്ടിക്കണം, എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. എന്തുവാടാ ശരിപാത, നോട്ടിഫിക്കേഷൻസ് കിട്ടുമല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ഓൾ സെറ്റ്. കുളി പോ